നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രഞ്ജിത്താണ് മുൻഷി. സൗദി അറേബ്യ ദബാമിലെ നഗരവീഥികളിലൂടെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര. ഇന്നത്തെ ദിവസം ഇവിടെ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ന് ഇവിടെ നാഷണൽ ഡേ ആഘോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് സൗദി നിവാസികളെല്ലാം ആഹ്ലാദത്തിമിർപ്പിലാണ്. അവരുടെ സന്തോഷം കാണുവാനും ആ ആഹ്ലാദത്തിൽ പങ്കുചേരുവാനായി ഞങ്ങളും അവരോടൊപ്പം യാത്രയാവുകയാണ്. റോഡിലൊക്കെ വാഹനങ്ങളും നാഷണൽ ഫ്ലാഗും ഒക്കെയായി സൗദി നിവാസികൾ ആഘോഷത്തിമിർപ്പിലാണ്. ഇന്ന് സൗദിയുടെ നാഷണൽ ഡേ അല്ലേ? അതെ. ഈ നാഷണൽ ഡേ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? എന്തിനാണ് ആഘോഷിക്കുന്നത്? ഇത് 94ാമത്തെ ഈദുൽ വത്തൻ, യൗമുൽ വത്തൻ. അതായത് 94 വർഷത്തിന് മുമ്പ് പ്രവിശ്യ ഗവർണർമാർ പല പ്രവിശ്യകളുമായിരുന്നതാണ് സൗദി അറേബ്യ. അത് ഏകോപിപ്പിച്ച ആ ദിവസത്തിനാണ് യൗമുൽ വത്തൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആഘോഷിക്കുന്നത്. 3 ദിവസത്തെ ആഘോഷ പരിപാടിയാണ് സൗദി അറേബ്യ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില നിയമങ്ങൾക്ക് ഇളവുണ്ട്. എല്ലാവർക്കും ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാം. എല്ലാവർക്കും ഇവിടെ നമുക്കറിയാലോ, അതായത് മുഹമ്മദ് ബിൻ സൽമാൻ ഇവിടെ അധികാരം ഏറ്റെടുത്ത്, അതായത് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്, നിയമങ്ങൾ. ആ ഒരു നിയമങ്ങളുടെ പ്രാബല്യത്തിൽ തന്നെയാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈവൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഇവിടുത്തെ നാഷണലിസ്റ്റും മാത്രമല്ല എസ്പാർട്ടീസിനും ഒക്കെ ഹാപ്പിയാണ്. എല്ലാവർക്കും, അതായത് വേൾഡിലുള്ള എല്ലാവർക്കും, ഇവിടെ എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീകൾക്കടക്കം എല്ലാവിധത്തിലും സ്വാതന്ത്ര്യം കൊടുത്ത ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. ആഘോഷ പരിപാടികൾ ഇനി കൂടുതൽ എവിടെയാണ് ഇതിന്റെ സംഭവിക്കുന്നത്? ഇത് അൽഖോബാർ, കോർണിഷ് ഭാഗത്താണ് ഇവിടുത്തെ, അതായത് കിഴക്കൻ പ്രവിശ്യ, അതായത് ഈസ്റ്റേൺ പ്രൊവിൻസ് എന്ന് പറയുന്ന മേഖലയിൽ അൽഖോബാറിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മളെ രാജാ സാഹിബും നമ്മളൊക്കെ രഞ്ജിത്ത് സാറും അതുപോലെ തന്നെ നമ്മളെ ജിതയും അടക്കം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പരിപാടി കാണാനായിട്ട്. രാജ്യത്തിൻ്റെ പുരോഗതി തുച്ഛമായ കാലം കൊണ്ട്, കേട്ടോ, തുച്ഛമായ കാലം കൊണ്ട് ഇത്രയും വലിയ ഡെവലപ്പ് എന്ന് പറയുന്നത് 50 വർഷം കൊണ്ട് നേടാത്ത നേട്ടം സൗദി അറേബ്യ ഈ 6 വർഷം കൊണ്ട് നേടി എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതാണ് അത് വിഷണറീസ് ആയിട്ടുള്ള ലീഡേഴ്സ് വരണം. അതെ. 2020 വിഷൻ ആദ്യം വന്നു, 2023 വിഷൻ രണ്ടാമത് വന്നു, പിന്നെ 2025 ആയി, പിന്നെ ആയത് എന്താ 2030 ആയി. ഈ 2030 ആകുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും സൗദി അറേബ്യയുടെ നാഷണൽ ഡേ ആണെന്ന് സെപ്റ്റംബർ 23, 2024 94ാമത് നാഷണൽ ഡേ ആഘോഷിക്കുന്ന സൗദി അറേബ്യയിലെ രാത്രിയിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും വാഹനങ്ങളും ലൈറ്റും ബഹളവും പാട്ടും ഡാൻസും, മേലിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഡാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ പോലും കാറിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് അവർ കാഴ്ചകൾ ആസ്വദിക്കുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. എങ്ങും സൗദിയുടെ നാഷണൽ ഫ്ലാഗാണ്. എല്ലാ കാറിലും റോഡിലും എല്ലാം നമുക്ക് കാണാൻ കിട്ടുന്നത്. മനോഹരമായ കാഴ്ച. ഇന്നത്തെ രാത്രി ഇവിടെ ഉത്സവം, ആഘോഷത്തിൻ്റെ രാത്രി.
നമസ്കാരം. സൗദി നാഷണൽ ഡേ ആണ്. 94ാമത് നാഷണൽ ഡേ ആഘോഷിക്കുകയാണ് സൗദി അറേബ്യ. അതിൻ്റെ ആഘോഷങ്ങളിലാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിൽ. അതായത് ഈ വാഹനങ്ങളെല്ലാം ഇതിൻ്റെ രാത്രിയിലത്തെ ആഘോഷങ്ങൾ കാണാനായിട്ട് കൊച്ചുകുട്ടികളൊക്കെ വാഹനത്തിലിരുന്ന് നാഷണൽ ഫ്ലാഗൊക്കെ പറത്തിക്കൊണ്ടിങ്ങനെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സെപ്റ്റംബർ 23 ഈ ദിവസം തന്നെ സൗദിയിൽ എത്തിയത് കൊണ്ട് ഈ ഒരു നല്ല കാഴ്ച കാണാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് ഈ സൗദി അറേബ്യയിലെ എല്ലാവരും, സൗദി അറേബ്യയിൽ താമസിക്കുന്നവരും സൗദി അറേബ്യയിലെ നിവാസികളും എല്ലാം ഇന്ന് ആഘോഷ നേർപ്പിലാണ്. അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസ് ഇവിടെ നടക്കുന്നു. അതുപോലെ അപ്പുറത്തെ ഒരു പോയിന്റിൽ അവിടെ നടക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം ഇങ്ങനെ ഈ വാഹനങ്ങളെല്ലാം കോർണിഷിലേക്ക്, ബീച്ച് സൈഡിലേക്ക് ഇന്ന് അവിടെ രാത്രി വലിയ ഉണ്ടാവും. അതിൻ്റെ എല്ലാം രസകരമായ നിമിഷങ്ങളാണ്. അപ്പോൾ ഇങ്ങനൊരു മനോഹരമായ കാഴ്ച കാണാൻ ഇന്ന് നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സൗദി കാളിംഗ് എന്ന് പറയുന്ന കേരള കോളിംഗ് സൗദി കാളിംഗ് ആയതോടുകൂടി ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. ഇതുപോലുള്ള കാഴ്ചകൾ കുറച്ച് ദിവസം ഞാനിവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെയും കാണാം.